വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 വീക്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ മന്ത്ലി ഒരു 1 ടൈം മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ക്ലീൻ അപ്പ് എന്നുള്ളത്. അതിപ്പോ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പാർലറിൽ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഞാൻ ലേഖാക്കുന്നില്ല, വേഗം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കാം. ഇത് ഫേസിലോട്ട് മുടി ഒന്ന് ഡിസ്റ്റർബ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നോളും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫേസ് ക്ലെൻസ് ചെയ്യാണ്. ആദ്യം തന്നെ ഫേസ് ഒന്ന് പോയി വെറ്റ് ആക്കുക. ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ക്ലെൻസ് ചെയ്യരുത്. വെറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഏത് ഫേസ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിളിന്റെ ഒരു ഫേസ് വാഷ് ആണ്. എന്നിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസ് മാത്രമല്ല നമ്മുടെ നെക്കും കൂടി ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. കാരണം നെക്കിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പാക്സ് ആയാലും സ്ക്രബ് ആയാലും നമ്മൾ നെക്കിലൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലെൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കൈ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുത്തിട്ട് വെറ്റാക്കിയിട്ട് വേണം മസാജ് ചെയ്യാൻ. നന്നായി മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. വാഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. ഏത് സ്റ്റീമറാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് എത്ര ടൈമാണ് നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. അതിനങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. നമ്മുടെ ഫേസ് വെറ്റ് ആവുന്ന അത്രയും വരെയാണ് സ്റ്റീം ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റീമറിന്ന് കുറച്ച് സ്റ്റീമേ വരുന്നുള്ളെങ്കിൽ നമുക്ക് എന്തെങ്കിലും കവറേജ് ഇട്ടിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതിന് അത്യാവശ്യം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അങ്ങനെ കവറേജ് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഫേസ് ഒക്കെ വെറ്റ് ആവും. പിന്നെ സ്റ്റീം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളത് അവിടെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. നന്നായി വെറ്റ് ആവണം. ഇപ്പൊ എൻ്റെ നന്നായി വെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫേസും നല്ലൊരു സ്മൂത്ത് ആയിട്ടിരിക്കും. ഈ ഒരു ടൈമിലാണ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇനി എടുത്തേക്കുന്നത് പിമ്പിൾ സ്റ്റിക്ക് ആണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല റേറ്റ് ഒരു 30 ബിലോ ആണ്. എനിക്ക് എത്ര 25 എത്ര അങ്ങോട്ട് കിട്ടിയത്. എവിടെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളത് അവിടെ ഈ ഒരു പിമ്പിൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്താൽ മതി. അത് സിമ്പിൾ ആയിട്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയി വരും. കാരണം നമ്മൾ സ്റ്റീം ചെയ്തോണ്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല സോക്കായിട്ട് നമ്മുടെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കായിരിക്കും. അപ്പൊ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാം. എൻ്റെ നോസിലൊരു പിമ്പിൾ ഉണ്ടായി. ഞാനത് ഈ നോസ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു ആണി എടുത്തു കൊടുത്താണ്. പിന്നെ ബ്ലഡ് ഒക്കെ വന്ന് നമ്മുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്ന് നിറയുന്നത് ഈ നോസിന്റെ സൈഡിൽ അവിടെ ഒക്കെയാണ്. അപ്പൊ അവിടെ ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എവിടെയൊക്കെയാണ് പിമ്പിൾ ഉള്ളത് ആ പിമ്പിളിൽ നിന്നും കൂടെ ആ ഒരു പസ്സിലില്ലേ അതൊന്നും എടുത്ത് കളയണം. പിന്നെ ഈ ലോവർ ലിപ്പിൽ നല്ല വൈറ്റ് ഹെഡ്സ് വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പിടിച്ച് ഈ ചുണ്ടൊന്നും അങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നോർമലായിട്ട് നിൽക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ചെറിയ ചെറിയ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് എടുത്ത് കളയാം. പിന്നെ ഫോർഹെഡിൽ എനിക്കൊരു 1 2 3 3 ഒരു 4 4 5 എത്രയൊക്കെയോ ഒരു പിമ്പിൾസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ആണി പോലത്തെ സാധനം ഞാൻ എടുത്ത് കളഞ്ഞ്. നേരത്തെ പിമ്പിൾ പൊട്ടിച്ചേണ്ട ഇപ്പോഴും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് സ്ക്രബിങ് ആണ്. അപ്പൊ സ്ക്രബ് ചെയ്യണതിന് മുന്നേ നമ്മളെ ഡ്രസ്സിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ടവലോ ടർക്കിയോ എന്ത് വേണേലും നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്തിട്ട് ഇങ്ങനെ ഡ്രസ്സിൽ ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഓട്സ് വിത്ത് പാലാണ്. പാലില് ഓട്സ് സോക്ക് ചെയ്തിട്ടിട്ട് ആ ഒരു മിക്സ്ചർ ആണ് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് തന്നെ ഫേസ് ഒന്ന് വെറ്റ് ആക്കി കൊടുക്കുക. ഡ്രൈ ഫേസിൽ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു മിക്സ്ചർ നന്നായി ഫേസിൽ തേച്ചങ്ങ് പിടിപ്പിക്കാം. ഫേസിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ക്ലെൻസ് ചെയ്യുമ്പോൾ നെക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ക്ലെൻസ് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ സ്ക്രബ് ചെയ്യുമ്പോഴും നെക്ക് ഇൻക്ലൂഡ് ആക്കണം. നല്ല ഹാർഡായിട്ട് തേച്ചങ്ങ് ഉരയ്ക്കണ്ട. നമ്മുടെ സ്കിന്നിന് നോവാതെ പയ്യെ വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നനച്ചു കൊടുത്തിട്ട് വെറ്റാക്കിയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പിൽ വേണേൽ നമുക്ക് മസാജ് സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് താല്പര്യം നമുക്ക് അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 5 10 മിനിറ്റോ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും വെറ്റാവരുത്. ഓട്സ് ആയ കാരണം നല്ല ഡ്രൈ ആവുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബിങ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫേഷ്യൽ ടിഷ്യൂ ആണ്. ഇത് നമുക്ക് വെള്ളത്തിൽ മുക്കി യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് നല്ല ക്ലോത്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അതൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ലിപ് സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചൊരു സ്ക്രബ്ബറാണ്. വാട്ടർമെലന്റെ ഫ്ലേവർ ആണ്. അപ്പൊ ഒന്ന് ലിപ്പ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ചെയ്താൽ മതി, നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് സ്റ്റെപ്പ് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാന്നാണ്. അതിനായി ഞാൻ ഇവിടെ എടുക്കുന്നത് കടലമാവ്, മഞ്ഞൾപ്പൊടി, തേന്. മഞ്ഞൾപ്പൊടി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എൻ്റെ പിമ്പിൾ പൊട്ടി ബ്ലഡ് വന്നായിരുന്നു, അതിലൊന്ന് ക്യൂർ ചെയ്യാൻ മഞ്ഞൾപ്പൊടി നല്ലതായിരിക്കും. കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും, ഒരു വൈറ്റനിങ്ങിനും എല്ലാം കൂടെ. ഫൈനലി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്കാണ്. മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം. ഈ പേസ്റ്റ് ഒത്തിരി തിക്കും ആവരുത്, ഒത്തിരി ലൂസും ആവരുത്. എൻ്റെ കയ്യിൽ ബ്രഷ് ഒന്നും ഇല്ല അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൈ വെച്ച് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പാക്ക് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് പാക്കാണോ ചെയ്യാൻ എളുപ്പം അത് ചെയ്യാം. പാക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യണം. നെക്ക് മാത്രമല്ല നമ്മുടെ ഇയറിൻ്റെ ബാക്ക് സൈഡും അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ പാക്ക് ഞാൻ 20 മിനിറ്റ്സ് എൻ്റെ ഫേസിൽ വെച്ച്, അത് കഴിഞ്ഞിട്ട് ഫേഷ്യൽ ടിഷ്യൂ വെച്ചിട്ട് ഞാൻ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എപ്പോൾ സ്ക്രബ് ചെയ്താലും ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം, മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആവാണ്. അപ്പോൾ ആ ഓപ്പൺ ആയിട്ടുള്ള പോഴ്സിലോട്ട് നമ്മൾ പുറത്തുനിന്ന് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആരും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്ക് ഇട്ട് കൊടുക്കുക സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫേസ് പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായി വാഷ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് വൈപ്പാക്കി കളഞ്ഞ് നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണോ യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. സൺസ്ക്രീമും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തേക്ക്. ഓക്കെ, ബൈ.